പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ മാധുര്യമേറിയ തിരുവചനങ്ങളെ പകുത്തെടുത്ത് അത് ഭുജിച്ച് പാനം ചെയ്യുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന സർവ്വവല്ലഭനായ പൊന്നുതമ്പുരാനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പ്രിയരെ, ഇന്ന് നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം വേർതിരിക്കുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 27-ാമത്തെ തിരുവചനം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് വലിയ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. അതൊരു വലിയ മർമ്മമാണ്. കർത്താവായ യേശുക്രിസ്തു ശിരസ്സായിരിക്കുന്ന ശരീരമാണ് സഭയെന്ന്, അഥവാ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശരീരത്തെ നിയന്ത്രിക്കുന്നത് തലയാണ്. ശരീരം തലയെ ചുമക്കുന്നുവെങ്കിലും തലയാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് മനുഷ്യ ശരീരവുമായി ഉപമിച്ച് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവാകുന്ന തല ശരീരമാകുന്ന സഭയെ നയിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞത് വളരെ കൃത്യതയാർന്ന ഒരു സംഗതിയാണ്. ഓർക്കുക, യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശരീരമാണ് കർത്താവിൻ്റെ സഭ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഇന്ന് അനേകം ആളുകൾ അത് വേണ്ടവണ്ണം ബോധ്യപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ ചേർത്ത് വയ്ക്കുന്നത് ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിൻ്റെയും രൂപവും ഓരോ അവയവത്തിൻ്റെയും പ്രവൃത്തിയും ഓരോന്നാണ്. എല്ലാം കൂടെ സമന്വയിക്കുമ്പോഴാണ് ശരീരമെന്ന നിലയിൽ അതിന് പൂർണ്ണത കൈവരുന്നത്. ശരീരത്തിലെ ഒരവയവം പോലും ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്നില്ല. സ്വതന്ത്രമായിട്ട് നിൽപ്പാൻ അതിന് കഴിയില്ല. അത് പരസ്പരം സഹകരിച്ചും പരസ്പരം താങ്ങിയും പരസ്പരം പങ്കിട്ടും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരസ്പരം കരുതിയുമാണ് മുന്നേറേണ്ടത്. അങ്ങനെ ശരീരത്തിലെ അവയവങ്ങൾ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുമ്പോഴാണ് ഒരു ശരീരം അത് അർഹിക്കുന്ന നിലയിൽ, അതിനെക്കൊണ്ട് ലക്ഷ്യമിടുന്ന നിലയിൽ പരിപൂർണ പ്രവൃത്തി സാധ്യമാക്കി തീർക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവാകുന്ന തലയുടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളെന്ന നിലയിൽ നാം എപ്രകാരമാണ് പരസ്പരം വർത്തിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ വലിയ ഒരു പാഠം നമുക്ക് തരികയാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങളെന്ന നിലയിൽ നമ്മൾ പരസ്പരം അംഗീകരിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ആദരിക്കണം, പരസ്പരം കരുതണം. ഒരവയവം ചെറുതാണ്, വേറൊരവയവം വലുതാണ് എന്നുള്ളത് കൊണ്ട് ഒരവയവത്തിന് ശ്രേഷ്ഠത കൂടുന്നുണ്ട്, ഒരവയവത്തിന് ശ്രേഷ്ഠത കുറയുന്നുണ്ട് എന്ന് വരുന്നില്ല. എല്ലാ അവയവങ്ങളും ശരീരത്തിന് ഏതെങ്കിലും ഒരളവിൽ ആവശ്യമുള്ളവയാണ്. ഈ അവയവങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒരവയവവും അപ്രസക്തമായി ശരീരത്തിലില്ല. ഈ അവയവങ്ങളെല്ലാം ഒന്നോടൊന്ന് ചേർന്ന് പരസ്പരം ഐകമത്യപ്പെട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ മൊത്തത്തിലത് ബാധിക്കും. ഇത് മുമ്പും അച്ഛൻ വ്യാഖ്യാനിച്ച് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കലഹിക്കാറില്ല എന്ന ഒരു സത്യം നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളെന്ന നിലയിൽ അംഗങ്ങളായിരിക്കുന്ന മക്കൾ തമ്മിൽ കലഹിച്ചാൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രവർത്തന മുന്നേറ്റത്തെ അത് ബാധിക്കും. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കലഹിക്കാറില്ല. കലഹിച്ചാൽ എന്തു സംഭവിക്കും? അതൊരു ചെറുതല്ലാത്ത ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കലഹിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ പറയും. എന്നാൽ കലഹിക്കുന്നതിനെക്കുറിച്ചൊന്ന് ഊഹിച്ചു നോക്കുക. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു തർക്കമുണ്ടായി. കണ്ണുകൾ പറഞ്ഞു, ഞാനാണ് ഈ ശരീരത്തെ നയിക്കുന്നത്, ഞാൻ കാണുന്നില്ല എന്ന് വെച്ചാൽ ശരീരത്തിന് ഒരു ദിശയിലേക്കും പോകാൻ കഴിയില്ല.
പുറമേയുള്ള സകല കാഴ്ചകളും ഈ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്. ഈ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആസ്വാദനം നൽകുന്നത് ഞാനാണ്. ഈ ശരീരത്തെ എപ്പോഴും ഏത് ദിശയിലേക്കും നയിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അവയവം ഞാനാണ്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ എന്നെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് ഒരു പ്രഖ്യാപനം നടത്തി എന്ന് വരട്ടെ. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ മറ്റ് അവയവങ്ങളെല്ലാം ആമേൻ 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 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കരുത്. പെട്ടെന്നാണ് കാലുകൾക്ക് ഈ കണ്ണിൻ്റെ അവകാശവാദത്തിൽ തെല്ല് പ്രയാസം തോന്നിയത്. കാലുടനെ വിളിച്ചു പറഞ്ഞു, അല്ല, ഞാനത് സമ്മതിക്കുന്നില്ല. നീ അല്ല ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. കണ്ണേ, നീ പറഞ്ഞത് ശരിയല്ല. കാല് പറഞ്ഞു, ഞാനാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. എന്തുകൊണ്ടെന്നാൽ കണ്ണുൾപ്പെടെ, കൈ ഉൾപ്പെടെ, ഈ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ, തല ഉൾപ്പെടെ സകലത്തെയും ചുമക്കുന്നത് ഞാനാണ്. ചുമക്കുന്നു എന്ന് മാത്രമല്ല, നയിക്കുന്നത് ഞാനാണ്. ഒരിടത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചലിച്ചാൽ മാത്രമേ പോകാൻ ഒക്കുകയുള്ളൂ. ഞാനാണ് എല്ലാവരെയും കൊണ്ട് നടക്കുന്നത്. കണ്ണിന് കാഴ്ചകൾ കാണാൻ കഴിയുന്നത് ഞാൻ പലയിടങ്ങളിൽ കൊണ്ടുപോകുന്നത് കൊണ്ടാണല്ലോ. കണ്ണിന് പല സന്ദേശങ്ങളും ഉള്ളിലെത്തിക്കാൻ കഴിയുന്നത് ഞാൻ കണ്ണിനെയും കൊണ്ട് പോകുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ ആണ് ശരീരത്തെ നയിക്കുന്നത്, അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാനാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. എല്ലാവരും എന്നെ അധികമായി ബഹുമാനിക്കണം. ഞാനാണ് നേതാവെന്ന് അംഗീകരിക്കണം. സ്വാഭാവികമായും ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. ആദ്യം അഭിപ്രായം പറഞ്ഞ കണ്ണിന് ഭയങ്കരമായി ദേഷ്യം വന്നു. നീ എന്നെ തോൽപ്പിക്കാനൊന്നും നോക്കണ്ട, ഞാനാണ് പ്രധാനപ്പെട്ട അവയവം. കാല് പറയുന്നു, നീ അങ്ങനെ മത്സരിച്ചിട്ട് കാര്യമില്ല, ഞാനാണ് പ്രധാനപ്പെട്ട അവയവം. ഒടുവിൽ ഈ തർക്കം മൂത്ത് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ കണ്ണ് ഒരൊറ്റ പ്രഖ്യാപനമാണ്, എങ്കിൽ ഞാനത് നിങ്ങളെല്ലാവരെയും ഞാൻ മര്യാദ പഠിപ്പിച്ചു തരാം. നാളെയാകട്ടെ, ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്, നോക്കിക്കൊള്ളൂ. നാളെ ഞാൻ പണിമുടക്കാണ്. എനിക്ക് തോന്നുന്നത് കണ്ണൊരു മലയാളിയായിരുന്നു എന്നാണ്. തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനും കേട്ടതിനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പണിമുടക്ക്, ഹർത്താൽ എന്ന് ഉടനെ പ്രഖ്യാപിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ. ഹർത്താൽ എന്ന് കേട്ടാൽ ഇന്ന് ആളുകൾക്ക് ഭയങ്കര ഹരമാണ്. ഹർത്താൽ എന്ന് കേട്ടാൽ അതങ്ങ് വലിയ ആസ്വാദനമാക്കി ജനം മാറ്റുകയാണ്. സത്യത്തിൽ ജോലി ചെയ്യാൻ ഒരു താല്പര്യവുമില്ലാത്ത, മടി പിടിച്ചിരുന്ന, ആരെങ്കിലും വാരിൽ തന്നാൽ അത് തിന്ന് ആനന്ദിക്കാമെന്ന് നനയ്ക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ ഒക്കില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണേ, ഈ കണ്ണ് ഹർത്താൽ പ്രഖ്യാപിച്ചു. മറ്റുള്ളവരൊന്നും അത് ശ്രദ്ധിച്ചില്ല, കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് സംഘർഷം തുടങ്ങിയത്. കണ്ണ് തുറക്കാനോ എന്തെങ്കിലും കാണാനോ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, കാലിന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണൊന്നും കാണാൻ തയ്യാറല്ല. ഒന്നും കണ്ണ് തുറന്ന് നോക്കാനും തയ്യാറല്ല, ഒന്നും കാണാനും തയ്യാറല്ല, ഒരു സന്ദേശവും സ്വാംശീകരിക്കാനും തയ്യാറല്ല. കാലിന് എന്ത് ചെയ്യാൻ പറ്റും? ശരീരം മുഴുവനും അന്ന് ഏകദേശം നിശ്ചലമായി. അതിൻ്റെ ദിശകളെല്ലാം നിശ്ചലമായി, അതിൻ്റെ ആസ്വാദനങ്ങളെല്ലാം നിശ്ചലമായി. ഏകദേശം ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനശേഷിയുടെ 50% ഇല്ലായ്മ ചെയ്യാൻ കണ്ണ് വിചാരിച്ചപ്പോൾ സാധിച്ചു. വൈകുന്നേരമായപ്പോൾ കണ്ണ് അഹങ്കാരത്തോടെ ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പോഴെങ്ങനെ ഉണ്ട്? എന്നോട് തർക്കിച്ചിട്ട് എന്തായി? ഞാൻ പണിമുടക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഇല്ലെങ്കിലത്തെ കഥ എന്താണ്, ഗതി എന്താണ്? ഇനി ആരും അഹങ്കരിക്കരുത്, എന്നെ അനുസരിച്ച് കൊള്ളണം. അപ്പോഴാണ് കാല് വീണ്ടും നാവ് ഉയർത്തിയത്. കാല് പറഞ്ഞു, നിൻ്റെ പ്രകടനം കഴിഞ്ഞല്ലോ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ കാണിച്ചു. ശരി, ഇരിക്കട്ടെ, നാളെ ഞാൻ പണിമുടക്കാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്താൽ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അതങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. പിറ്റേന്ന് നേരം വെളുത്തു, കാലുകൾ ചലിക്കുന്നു, കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ കാലുകൾ അനങ്ങാൻ തയ്യാറല്ല, ഒരിടത്തേക്കും പോകാൻ തയ്യാറല്ല. ശരീരത്തിൻ്റെ പലവിധമായ ആവശ്യങ്ങളുണ്ട്, പല കാര്യങ്ങൾക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ കാല് പറയുന്നു, ഞാനിന്ന് പണിമുടക്കാണ്, ചലിക്കാൻ തയ്യാറല്ല. വൈകുന്നേരം വരെ ആ ശരീരം നിശ്ചലമായിരുന്നു. കണ്ണ് പ്രകാശിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ എന്ത് പ്രയോജനം? യാതൊരു വിധത്തിലും കാല് നടക്കാൻ കൂട്ടാക്കുന്നില്ല. വൈകുന്നേരമായപ്പോൾ തെല്ല അഹങ്കാരത്തോടെ കാല് പറയുകയാണ്, ഇപ്പം മനസ്സിലായില്ലേ? കണ്ണ് അഹങ്കരിച്ചിട്ട് കാര്യമില്ല, ഞാനാണ് നയിക്കുന്നത്. ഞാൻ ചലിച്ചില്ലെങ്കിൽ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൈയും കണ്ണും കാലും തമ്മിൽ തർക്കമുണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം കൈ അതിൻ്റെ പ്രകടനം നടത്തി, പിറ്റേ ദിവസം വേറൊരു ശാരീരികാവയവം അതിൻ്റെ പ്രകടനം നടത്തി എന്ന് വന്നാൽ ഈ ശരീരം ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല.
അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന യാതൊരു പ്രവൃത്തിയും ഹിതകരമായി മനോഹരമായി ചെയ്തെടുക്കാൻ ശരീരത്തിന് കഴിയില്ല. ശരീരം നിർജീവമായി അല്ലെങ്കിൽ പ്രവർത്തന ശേഷി നശിച്ച് ഒന്നും ചെയ്യാനാകാതെ നിശ്ചലമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. നാം തമ്മിൽ കലഹിച്ചാൽ, നാം തമ്മിൽ പിണങ്ങിയാൽ, നാം തമ്മിൽ സഹായിക്കാതെ ഇരുന്നാൽ എന്താണ് സഭയ്ക്ക് സംഭവിക്കുക? കർത്താവിൻ്റെ സഭ നിശ്ചലമാകും. അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെടും. അതിൻ്റെ പ്രവർത്തനോന്മുഖത നഷ്ടപ്പെടും. അതിൻ്റെ മുന്നേറ്റം നഷ്ടപ്പെടും. അതിൻ്റെ ജീവൻ തന്നെ നിശ്ചലമായി നിർജീവമായി പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വാർത്ഥരായ മനുഷ്യർ ഞാൻ 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 എന്ന ഭാവത്തോടെ മറ്റുള്ളവരെ പരിഹസിച്ചും തുച്ഛീകരിച്ചും പുച്ഛിച്ചും അപമാനിച്ചും അപഹസിച്ചും മാറ്റി നിർത്തിയും അഹങ്കാരത്തോടെ പ്രയാണം ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണെന്ന്, ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന്, എനിക്കാരുടെയും സഹായം വേണ്ടെന്ന്, ഞാൻ ആരെയും സഹായിക്കാൻ തയ്യാറല്ലെന്ന്, ഞാൻ ആരെയും അംഗീകരിക്കുന്നില്ലെന്ന്, ഞാൻ ആരെയും മാനിക്കുന്നില്ലെന്ന് സ്വയം വിധി പറഞ്ഞു മുന്നേറുമ്പോൾ സഭയാകുന്ന ശരീരത്തെ നിശ്ചലമാക്കി യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ പ്രവർത്തനത്തെ എല്ലാ അളവിലും നിസ്സഹായതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും സാവധാനമാക്കി തീർക്കുന്ന വലിയൊരു അപജയമാണ് സഭാമക്കളുടെ പ്രകടനപരതയിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അപകടകരമായ ഒരു ബോധ്യമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നാം വ്യതിചലിക്കേണ്ടതാണ്. ശരീരത്തിലെ ഒരവയവങ്ങളും പരസ്പരം അവകാശവാദങ്ങൾ പറയാറില്ല. സഭയിലെ ഒരു മക്കളും തമ്മിൽ ഞാനാണ് വലുത്, ഞാനാണ് ചെറുത്, നീയാണ് ചെറുത് എന്ന് അവകാശവാദങ്ങൾ പറയരുത്. ഇവിടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ, അംഗീകാരം പിടിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് സകല ആളുകളും. ഈ മത്സരത്തിലൂടെ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്? തേജസ്സും ജീവനും പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ചിലർ വാടിപ്പോകുന്നു, ചിലർ തളർന്നു പോകുന്നു, ചിലർ നിസ്സഹായരാകുന്നു, ചിലർ നിരാശരാകുന്നു, ചിലർ അഹങ്കരിക്കുന്നു, ചിലർ നിഗളിക്കുന്നു, ചിലർ മത്സരിക്കുന്നു, ചിലർ എല്ലാറ്റിനെയും അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നു. പരസ്പരമുള്ള പോരാട്ടത്തിലൂടെ കൂട്ടായ്മയും അതിൻ്റെ ആനന്ദവും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു സാധനം എടുക്കണമെങ്കിൽ കയ്യിലെ 5 വിരലുകൾക്കും അതതിൻ്റേതായ ജോലിയുണ്ട്. 2 വിരൽ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, പക്ഷേ 3 വിരൽ കൊണ്ടേ എടുക്കാൻ പറ്റൂ എന്ന ചില സാധനങ്ങളുണ്ട്. 4 വിരൽ ചേർത്ത് എടുക്കാൻ പറ്റുന്നതുണ്ട്, 5 വിരലും ചേർത്താലേ പിടിക്കാൻ കിട്ടൂ എന്ന അവസ്ഥയിലുള്ളവയുമുണ്ട്. ശരീരം എല്ലാ അർത്ഥത്തിലും പരിപൂർണതയിലേക്ക് പ്രയാണം ചെയ്യണമെങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ടതുണ്ട്. നാം അത് കരുതേണ്ടതാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ശരീരത്തിലെ അവയവങ്ങൾ ഒന്നൊന്നിനെ തോൽപ്പിക്കാറില്ല, ഒന്നൊന്നിനോട് പോരാടാറുമില്ല, ഒന്നൊന്നിനെ ഉപദ്രവിക്കാറുമില്ല. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? പരസ്പരം ഉപദ്രവിക്കുന്നവർ, പരസ്പരം തോൽപ്പിക്കുന്നവർ, പരസ്പരം പോരാടുന്നവർ. സഭാഗാത്രം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പരിപൂർണതയിലേക്ക് എത്തുക? യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ അത്യന്തം മുറിവേൽപ്പിക്കുന്നവരായി അതിലെ അവയവങ്ങളാകുന്ന സഭാമക്കൾ മാറിപ്പോയാൽ അപകടകരമാണ് നമ്മുടെ യാത്ര, നമ്മുടെ ലക്ഷ്യമെന്ന് അത് തിരിച്ചറിഞ്ഞേ മതിയാകൂ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ശരീരത്തിലെ അവയവങ്ങൾ ഒന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല, ഒറ്റപ്പെട്ട് ചിന്തിക്കുന്നില്ല. എനിക്ക് ഞാൻ മതി എന്ന് ആരും പറയാറില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിൻ്റെ കാര്യം നീ നോക്കിക്കോ എന്ന് ഒരവയവവും വേറൊരവയവത്തോട് പറയാറില്ല. പറഞ്ഞാൽ ഈ ശരീരം എന്നതിൻ്റെ കാഴ്ചപ്പാട് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇനിയൊന്നോർത്തെ, വേദനകൾ ശരീരം മുഴുവനായിട്ടല്ലേ പങ്കിടുന്നത്? ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായി വേദന അനുഭവപ്പെടാറുണ്ടോ? ഉദാഹരണമായി, വഴി നടന്നു പോകുമ്പോൾ വലതുകാലിലെ ചെറുവിരൽ ഒരു കല്ലിൽ തട്ടി നടുവേ പിളർന്നുപോയി. ശക്തമായ തട്ടായിരുന്നു, കാൽ നഖം പിളർന്നുപോയി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ശരീരം ഒന്നോർത്ത് നോക്കിയാൽ ഈ ശരീരത്തിലെ മൊത്തം അവയവങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയ അവയവത്തിനാണ് മുറിവ് പറ്റിയിട്ടുള്ളത്, വലതുകാലിലെ ചെറിയ വിരൽ. ശരീരം പറയുമോ, ഓ നിനക്ക് മുറിവ് പറ്റിയെങ്കിൽ നിനക്കല്ലേ വേദനിക്കുന്നുള്ളൂ, ഞാൻ എന്തിനാണ് നിന്നെ ശ്രദ്ധിക്കുന്നതെന്ന്? ഒരിക്കലും ശരീരം അത് പറയില്ല. ഈ വിരലിനെ അപേക്ഷിച്ച് എത്രയോ ഭീമാകാരമാണ് ഈ ശരീരം. ഇതിലെ മറ്റവയവങ്ങൾ, കണ്ണും കാതും
ചിന്തയും ബുദ്ധിയും കൈയും ശരീരം മൊത്തം ഈ മുറിവേറ്റ അവയവത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയില്ലേ? കാലിൻ്റെ വിരലിന് മുറിവേറ്റാൽ ഈ ശരീരം മൊത്തം താഴേക്ക് അമരുകയില്ലേ? കാലിൽ ഇരുന്ന് ഈ മുറിവ് പറ്റിയ വിരൽ പരിശോധിക്കുകയില്ലേ? എന്താ കാരണം? ആ വിരലിനോട് മറ്റ് ശാരീരിക അവയവങ്ങൾക്കുള്ള പ്രത്യേകമായ അനുകമ്പ കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുറിവ് പറ്റിയാൽ വേദനിക്കുന്നത് ആ അവയവത്തിന് മാത്രമല്ല, ശരീരത്തിന് മൊത്തത്തിലാണ്. ഇതാണ് ശരീരമെന്നതിൻ്റെ കാഴ്ചപ്പാട്. കർത്താവിൻ്റെ ഗാത്രമാകുന്ന സഭയിൽ ഒരാൾക്ക് മുറിവ് പറ്റിയാൽ സഭ മൊത്തമാണ് വേദനിക്കുന്നത്, വേദനിക്കേണ്ടത്. കൂട്ടത്തിൽ ഒരാൾക്ക് അപകടം പറ്റിയാൽ എനിക്കെന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവൻ സഭാഗാത്രത്തിൽ എങ്ങനെയാണ് അംഗമായി നിൽക്കുന്നത്? കൂട്ടത്തിൽ ഒരാൾ പാപത്തിൽ പിഴച്ചു വീണ് നശിച്ചു പോയാൽ എനിക്കെന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഈ സഭാഗാത്രത്തെ ഏതു വിധത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ചെറുതെന്നോ വലുതെന്നോ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ സഭയിൽ അംഗമായിരിക്കുന്ന മാമോദീസായിലൂടെ സഭാഗാത്രത്തിൽ ചേർക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേദന തട്ടിയാൽ അതെൻ്റെ വേദനയാണെന്ന തിരിച്ചറിവ്, ഏതെങ്കിലും ഒരു വ്യക്തി പട്ടിണിയാണെങ്കിൽ അതെൻ്റെ വിശപ്പാണെന്ന തിരിച്ചറിവ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് താമസിക്കാൻ വീടില്ലെങ്കിൽ അവിടെ ഞാനാണ് വീടില്ലാത്തത് എന്ന തിരിച്ചറിവ്, ഒരാൾ അനാഥനാണെങ്കിൽ അത് ഞാനാണ് എന്ന പരിജ്ഞാനം, ഇങ്ങനെ വേദനിക്കുന്നവരിലേക്ക് ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ച് അവരുടെ മുറിവുകളെ കെട്ടുവാൻ എനിക്ക് മനസ്സും തീരുമാനവും സമർപ്പണവും ഉണ്ടാകുമ്പോഴാണ് ഞാനെന്ന വ്യക്തി സഭാഗാത്രത്തിന് അർഹമായ നിലയിലുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതിനെനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ സഭയിൽ അംഗമായിരിക്കുന്നിടത്തോളം ഞാൻ ഒരു റിബലായി പ്രവർത്തിക്കുകയാണ്. നിർഭാഗ്യാവശാൽ സ്വാർത്ഥരാണ് മനുഷ്യരെല്ലാം. അവനവൻ എന്നതിന് ആളുകൾ ഇന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ, എൻ്റെ, എനിക്ക് എന്നതിനപ്പുറത്ത് മനുഷ്യന് കാഴ്ചകൾ ഇല്ലാതെയായിരിക്കുന്നു. ഏറ്റവും വലിയ കാഴ്ച ഏതാണെന്നറിയാമോ? മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ കാഴ്ച ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും. ഇതാണൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ കാഴ്ച. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ കാഴ്ച ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. മാതാപിതാക്കൾ പോലും പുറത്താണ്, അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് പുറത്തേക്ക് അവർക്ക് ദൂരക്കാഴ്ചയില്ല. സ്വാർത്ഥതയാൽ അന്ധത ബാധിച്ചിട്ട് മനസ്സ് വല്ലാതെ ചുരുങ്ങിപ്പോയിട്ട് മറ്റുള്ളവരെ കാണാൻ കഴിയാതെ, ആർക്കുമൊന്നും പങ്കിടാൻ കഴിയാതെ, വേദനകൾ പങ്കിട്ടെടുക്കാൻ കഴിയാതെ, സന്തോഷവേളയിൽ അത് പങ്കിടാൻ കഴിയാതെ അവനവൻ്റെ ഒരു ന്യൂക്ലിയസിനകത്ത് ഒതുങ്ങിക്കൂടി സ്വാർത്ഥതയാൽ വല്ലാതെ ചുരുങ്ങിപ്പോയ ഒരു സമൂഹം. കർത്താവിൻ്റെ ഗാത്രമാകുന്ന സഭയെക്കുറിച്ച് വിവക്ഷിച്ചിട്ടുള്ള വലിയ ബോധ്യം നമ്മൾ തന്നെയല്ലോ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിലെ ഒരവയവങ്ങളും ഒരിക്കലും സ്വാർത്ഥമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എങ്കിൽ സഭാമക്കളും അപ്രകാരം തന്നെ ആയിരിക്കേണ്ടതല്ലയോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അതൊന്ന് തിരുത്തണ്ടേ നമുക്ക്? വ്യക്തമായ ലക്ഷ്യബോധത്തോടെ വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് വ്യക്തതയോടെ നടന്നു കയറുവാനല്ലേ നാം ശ്രമിക്കേണ്ടത്? യേശു ക്രിസ്തു പ്രവർത്തിച്ചും നടന്നും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് സഭാമക്കൾ വർത്തിക്കേണ്ടതെന്ന്. വേദനിക്കുന്നവരുടെ പക്ഷത്ത് ചെന്ന് നിന്നവനല്ലേ തമ്പുരാൻ? വിശക്കുന്നവൻ്റെ പക്ഷത്ത് നിന്നവനല്ലേ തമ്പുരാൻ? ഒറ്റപ്പെട്ടവൻ്റെ പക്ഷത്ത് നിന്നവനല്ലേ തമ്പുരാൻ? തള്ളപ്പെട്ടവൻ്റെ പക്ഷത്ത് നിന്നവനല്ലേ തമ്പുരാൻ? കല്ലെറിഞ്ഞു കൊല്ലാൻ സമൂഹം വിധിച്ചവരുടെ രക്ഷകനായി നിന്നവനല്ലേ തമ്പുരാൻ? വേദനിച്ചവരുടെയൊക്കെ പക്ഷം ചേർന്ന്, നിഷേധിക്കപ്പെട്ടവരുടെയൊക്കെ പക്ഷം ചേർന്ന് എങ്ങനെയാണൊരു ക്രിസ്ത്യാനി ലോകത്ത് വർത്തിക്കേണ്ടതെന്ന് വ്യക്തതയോടെ വരച്ചിട്ട് തന്ന പൊന്നു തമ്പുരാൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുന്നതുകൊണ്ടല്ലേ ക്രിസ്ത്യാനി എന്ന് നമുക്ക് പേര് വന്നത്. പക്ഷെ നമ്മളെവിടെയാ? നമ്മുടെ ചിന്താഗതികളെന്താ? നമ്മുടെ നിലപാടുകളെന്താ? സ്വാർത്ഥതയ്ക്കപ്പുറത്ത് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ സഭ എന്നതിനെക്കുറിച്ച് വിഭാവനം ചെയ്യുന്ന വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ മനസ്സിനെ വിശാലതപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സഭാമക്കൾ എന്ന നിലയിൽ നമ്മുടെ ഭാവിയും സുരക്ഷിതമായി തീരുന്നത്. ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ നാം അലങ്കരിച്ചാൽ ശരീരത്തിന് മൊത്തമാണ് അതിൻ്റെ അഭിമാനം. എല്ലാവരും കാണുന്നത് മുഖമാണ്. മുഖത്ത് പൗഡറൊക്കെ പൂശി, തലമുടി നന്നായിട്ട് ചീകി ഒതുക്കി,
നല്ല ചിട്ടയായി വസ്ത്രം ധരിച്ച ഒരാൾ നിന്നാൽ അത് തലയ്ക്ക് മാത്രമല്ല, അത് മുഖത്തിന് മാത്രമല്ല, അത് ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിന് മാത്രമല്ല, ആ ശരീരത്തിന് മൊത്തമായിട്ടാണ് ഒരു മഹത്വം കൽപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരവയവം സ്വന്തമായി അണിഞ്ഞൊരുങ്ങി ഒരു മഹത്വവും എടുക്കുന്നില്ല. അലങ്കാരത്താൽ അഭിമാനിക്കുന്നത് ശരീരം മൊത്തത്തിലാണെങ്കിൽ, സഭയിലെ ഒരു വിശ്വാസി തന്നെ സ്വയമായിട്ടല്ല അലങ്കരിക്കേണ്ടത്, സഭയെ മൊത്തത്തിൽ അലങ്കരിക്കണം. ആ വ്യക്തിയുടെ അഭിമാനം സഭയുടെ അഭിമാനമായി മാറണം. ആ വ്യക്തിയുടെ അലങ്കാരം സഭയുടെ അലങ്കാരമായി മാറണം. ഇനി അതിൻ്റെ മറുവശം ഒന്ന് ചിന്തിച്ച്, ശരീരം വികൃതമായി ചിത്രീകരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ വികലമാക്കപ്പെടുകയോ ചെയ്താൽ അത് ആ വ്യക്തിത്വത്തെ മൊത്തമാണ് ബാധിക്കുന്നത്. സഭയിൽ ഏതെങ്കിലും വ്യക്തി വികലമായി ചിന്തിക്കുകയോ വികലമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ചെയ്താൽ അത് സഭയെ മൊത്തമായിട്ടാണ് ബാധിക്കുന്നത്. അത് നമുക്കറിയാം. ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു മകൻ ഒരു കൊലപാതകം ചെയ്താൽ ആ വീടിനെ പിന്നെ നാട്ടിൽ അറിയപ്പെടുന്നത് കൊലപാതകിയുടെ വീട്, കൊലപാതകിയുടെ അപ്പൻ, കൊലപാതകിയുടെ അമ്മ, കൊലപാതകിയുടെ ചേട്ടൻ, കൊലപാതകിയുടെ ഭാര്യ, കൊലപാതകിയുടെ മകൻ. ഇവരാരും കൊല ചെയ്തിട്ടില്ല. പക്ഷേ ആ ചെയ്തവൻ്റെ പേരിൽ ആ വീട്ടിലുള്ളവരെല്ലാം അപമാനിതരെ പോലെ നടക്കേണ്ടി വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്നവൻ ഏതെങ്കിലും അരുതായിക പ്രവർത്തിച്ചാൽ അത് യേശു ക്രിസ്തുവിൻ്റെ സഭാഗാത്രമാകുന്ന സഭയെയാണ് അത്യന്തം മാരകമായി ബാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് വിശന്നാൽ അതേതെങ്കിലും ഒരു അവയവത്തിന് മാത്രമായി അല്ല ഫീൽ ചെയ്യുന്നത്, ശരീരത്തെ മൊത്തത്തിൽ അത് ബാധിക്കുന്നു. വിശപ്പ് ഒരു പരിധി വിട്ടാൽ ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് തണുത്താൽ ഒരു വിരൽ തുമ്പ് മാത്രമായിട്ട് ഒരിക്കലും തണുക്കില്ല, ശരീരം മൊത്തമായിട്ടാണ് വിറയ്ക്കുന്നത്, തണുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സഭാമക്കൾ ഓരോരുത്തർക്കും അവരുടെ സഭയാകുന്ന ശരീരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള നിലനിൽപ്പിനും വളർച്ചയ്ക്കും പുലർച്ചയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി നിലപാടുകളെടുക്കുവാനും പ്രവർത്തിപ്പാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്, ലക്ഷ്യബോധമുണ്ടാകണമെന്ന് ഇന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളാണ് നമ്മൾ. വളരെ വളരെ കരുതലുള്ളവരും പരസ്പരം ഭാരം വഹിക്കുന്നവരുമായിരിക്കണം നമ്മൾ. ഒരിക്കലും സ്വാർത്ഥരാകരുത്. അങ്ങേയറ്റം പങ്കിട്ടുകൊണ്ട് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുവാനുള്ള മനസ്സുണ്ടാകണം. പരസ്പരം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. ഇതൊന്നും ഇന്ന് സമൂഹത്തിലെ ഭൂരിപക്ഷത്തിനും കഴിയുന്നില്ലെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവരാരും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിഞ്ഞവർക്ക് യേശുവിൻ്റെ പാത പിന്തുടരാതിരിക്കാൻ കഴിയില്ല. യേശുവിനെ അറിഞ്ഞുവെങ്കിൽ യേശുവിൻ്റെ വഴി തീർച്ചയായിട്ടും അറിയാതിരിക്കില്ല. സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെന്ന നിലയിൽ നാം നമ്മുടെ ലക്ഷ്യപൂർത്തിക്കായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ വിധിക്കാനല്ല നാം സമയം ചെലവഴിക്കേണ്ടത്, സ്വയം വിധിക്കാനായിരിക്കട്ടെ. മറ്റുള്ളവർ തിരുത്തപ്പെടണമെന്ന് ആശിക്കാനല്ല, സ്വയം തിരുത്താൻ ആയിരിക്കട്ടെ. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നേറി വ്യക്തിജീവിതത്തിൽ ഒരു പരിപൂർണത കൈവരിപ്പാൻ ഈ ധ്യാനചിന്ത നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറഞ്ഞത് ഓർക്കുക. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, ഞാൻ ഈ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന ബോധം നമ്മെ ഭരിക്കട്ടെ. ഏതെങ്കിലും ഒരു അവയവം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയാൽ പിന്നെ ആ അവയവത്തിന് ശരീരത്തിൽ പങ്കാളിത്തമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന അവയവങ്ങളൊന്നും ശരീരത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ദൈവമക്കളെ, സഭയിൽ ഒന്നായി നിന്ന്, സഭയായി നിന്ന്, ക്രിസ്തുവാകുന്ന തലയാൽ നയിക്കപ്പെട്ട് പരസ്പരം ഐകമത്യപ്പെട്ട് ഒരേ മുനയായി മുന്നേറുവാൻ ഈ സന്ദേശം നമ്മെ സഹായിക്കട്ടെ. നമുക്കങ്ങനെ തീരുമാനിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ തമ്പുരാനെ, തൃപ്പാദപീഠത്തിൽ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് വളരെ വ്യക്തമായി ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങൾ കർത്താവേശു മിശിഹായുടെ ശരീരമാകുന്ന സഭയാകുന്നുവെന്നും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളാകുന്നുവെന്നും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവാകുന്ന സഭയിലെ അംഗങ്ങളാണ്, ശരീരത്തിലെ അവയവങ്ങളാണ്. കർത്താവെ, ഓരോരുത്തരുടെയും സ്ഥാനവും മാനവും നിലയും വിലയും പലതായിരിക്കാം.
പക്ഷേ പരസ്പര പൂരകങ്ങളായി വർത്തിച്ച് പൂർണ്ണതപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണം, ഞങ്ങളുടെ കുറവുകൾ തിരുത്തണം, ഞങ്ങളെ ലക്ഷ്യബോധമുള്ളവരും പൂർണ്ണത ഉള്ളവരുമാക്കി തീർക്കണം. അവിടുന്ന് കൃപയാൽ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody